ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചോറ് കൊണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിലേക്ക് ഇനി 2 ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് ഇനി ഒന്ന് അരച്ചിട്ട് എടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് ഞാനിവിടെ 3/4 കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ചോറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കാതെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു അടുപ്പിലേക്ക് ഇതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം പഞ്ചസാര നല്ലതായിട്ട് ഇനി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര അവിടെ നിന്ന് കാരമലാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ചോറിൻ്റെ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാരയുടെ നന്നായിട്ട് തന്നെ ഒന്ന് കാരമലായി വന്നിട്ടുണ്ട്. ഒരുപാടിട്ടങ്ങ് കരിച്ചെടുക്കരുത്, എന്നാൽ പലഹാരത്തിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഇത്രയും മതിയാകും. നമുക്കിനി ആ ചോറിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഈ കാരമലൈസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു കളറും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഏത് പ്ലേറ്റിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് നട്ട്സും വെളുത്ത എള്ളും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള